നമസ്കാരം. താരസംഘടനയായ അമ്മയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേർന്നു. രാവിലെ 10:30 മണി മുതൽ വൈകിട്ട് 5:30 മണി വരെയായിരുന്നു യോഗം. ഇതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ ചർച്ചകളാണ് നടന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്, സിനിമാ മേഖലയിലുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഞാൻ തുടക്കം മുതൽ പറഞ്ഞു വെച്ച മെമ്മറി കാർഡ് വിഷയം അത് ശരിയെന്ന് കൃത്യമായി കണ്ടെത്തുന്ന നിലയിലേക്കാണ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കൃത്യമായി താരസംഘടനയുടെ പുതിയ പ്രസിഡന്റ് മാധ്യമങ്ങളെ അറിയിക്കുന്നു. മെമ്മറി കാർഡിൻ്റെ ഒരു അന്വേഷണമുണ്ട്, അതിന് സബ് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ സബ് കമ്മിറ്റി ആരാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ തുടക്കുന്നത് എന്ന് വേണം പറയാൻ. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തന്നെ ചർച്ച നടക്കുന്നു. ആ ചർച്ചകളിലൊക്കെ പല കാര്യങ്ങളും സംസാരിക്കുന്നു. പല ആളുകളും അവർക്കുണ്ടായ അനുഭവങ്ങളും ഇലക്ഷൻ മുമ്പ് ഉണ്ടായ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചിരുന്നു. അതെല്ലാം മാറ്റി നിർത്താതെ എല്ലാവരെയും യോജിച്ചു കൊണ്ടുവന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഉച്ച കഴിഞ്ഞാണ് ചർച്ചകളിലേക്ക് പോയത്. ഉച്ച കഴിഞ്ഞ് ലക്ഷ്മിപ്രിയയാണ് ചർച്ചയായിട്ട് മുന്നോട്ട് വരുന്നത്. ലക്ഷ്മിപ്രിയ കൃത്യമായിട്ട് GSTയുടെ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സിൻ്റെ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തു. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് എന്ന് ലക്ഷ്മിപ്രിയ കൃത്യമായി പറഞ്ഞു. അതിന് മുന്നോടിയായി മാധ്യമങ്ങൾ മുമ്പിൽ ആരും സംസാരിക്കാൻ പാടില്ല, ഇനിമേൽ മാധ്യമങ്ങൾ മുമ്പിൽ സംസാരിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് ഒന്നടങ്കം ഒരുമിച്ച് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ജോയ് മാത്യു ഉൾപ്പെടെയുള്ളവരാണ് ഇത് പറഞ്ഞത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമാണ് ലക്ഷ്മിപ്രിയ കൃത്യമായി മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയ സംസാരിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. മെമ്മറി കാർഡ് വിഷയത്തിൽ ലക്ഷ്മിപ്രിയ പറയുന്നു, ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, താനും ആ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്നു, അതുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണെന്ന് പറഞ്ഞ് കൃത്യമായ കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നു. അവിടെയാണ് ഒരു ഇരട്ടത്താപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അന്വേഷണത്തിന് ആളുകളെ നിയമിക്കുന്നു. ഒരു 7-8 സബ് കമ്മിറ്റികൾ എടുത്തു, പല മേഖലയിലുള്ള സബ് കമ്മിറ്റി എടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ സബ് കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ആ സബ് കമ്മിറ്റിയിൽ ഇവർ ആവശ്യപ്പെടുന്ന 2-3 പേരെ വെക്കണമെന്ന് ആവശ്യപ്പെടും. കാരണം ഈ കമ്മിറ്റിയിൽ ഇല്ലാത്തവർ തന്നെ വേണം. മല്ലിക സുകുമാർ, മല്ലിക ചേച്ചി എന്ന് പറയുമ്പോൾ സീനിയറാണ്. ദേവൻ പ്രസിഡൻ്റായി മത്സരിച്ചാണ്, ദേവനെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടു, ജഗദീഷിനെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആ പേരുകളെല്ലാം വെട്ടി. മല്ലിക ചേച്ചീനെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ മല്ലിക ലൂസ് ടോക്കറാണ്, എല്ലാ കാര്യങ്ങളും പറയുമെന്ന് ഇതിൻ്റെ സെക്രട്ടറി കുക്കു പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ദേവനെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ദേവനങ്കിൾ പ്രസിഡൻ്റാണ്. ദേവനങ്കിൾ മാധ്യമങ്ങൾ മുമ്പിൽ എല്ലാം പറയും. ഇലക്ഷന് മുമ്പ് തന്നെ കാര്യങ്ങൾ പറഞ്ഞു, ഇത്ര കോടി രൂപ അമ്മയിലുണ്ട്, കൈനീട്ടം പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞ ഒരാൾ, അയാളെ വെക്കാൻ പറ്റില്ല. ജഗദീഷിൻ്റെ പേര് പറഞ്ഞപ്പോൾ അപ്പളേ വെട്ടിക്കളഞ്ഞു. ലൂസ് ടോക്കർ. മല്ലിക ചേച്ചീനെയാണ് പറയുന്നത് ലൂസ് ടോക്കർ എന്ന്. ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 17 പേരുള്ളതിൽ 16 പേര് പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറയുകയാണ്. അതൊരു താരത്തെ അവഹേളിക്കുന്ന തുല്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം ഇവർ ഈ കമ്മിറ്റിയിലേക്ക് വെച്ച്, അപ്പോൾ പുറത്ത് നിന്ന് ഒരാൾ വേണ്ട എന്നാണ് ഇവർ തീരുമാനിക്കുന്നത്. അകത്തുള്ള കമ്മിറ്റിയിലുള്ളവർ മാത്രം മതിയാണ്. ഈ 8-7 കമ്മിറ്റിയിലും അകത്ത് കമ്മിറ്റിയിലുള്ളവർ പ്രസിഡന്റ് സെക്രട്ടറി അതിൻ്റെ കൂടെ ആളുകൾ എന്ന രീതിക്കാണ് കമ്മിറ്റി വേണം. പല കമ്മിറ്റി എടുത്തത്. എന്നിട്ട് ഈ മെമ്മറി കാർഡ് പരിശോധിക്കാൻ വേണ്ടി കമ്മിറ്റി അവർ വെച്ചിരിക്കുന്നത്, കമ്മിറ്റിയിൽ നിന്നും ജയൻ ചേർത്തല, ജോയ് മാത്യു, ശ്വേതാ മേനോൻ, ഇവരെയാണ് മെമ്മറി കാർഡ് അന്വേഷണത്തിന് കമ്മിറ്റിയെ വെക്കുന്നത്. അവിടെ പുറത്തു നിന്ന് ഒരാളുണ്ട്, മുത്തുമണി. അപ്പോൾ മുത്തുമണിയെ വെച്ച കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ, ഈ കമ്മിറ്റിക്കാരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ അതൊരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിയമവിദഗ്ധയാണ്, അതിനു വേണ്ടി വെച്ചാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവരാവശ്യപ്പെട്ട ആളുകൾ ഒഴിവാക്കി എന്ന്? അപ്പോൾ ഇതിലൊരു ഏകാധിപത്യം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, അവിടെ ഉള്ളവർക്കും തോന്നിയതെന്നാണ് എനിക്ക് കിട്ടുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, നിയമം തെറ്റാണ്, അത് തിരുത്തി എഴുതേണ്ടതാണ് എന്നാണ് എനിക്ക് കിട്ടുന്നത്. എന്തായാലും ഇത് നടപ്പാകാൻ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മിപ്രിയ കൃത്യമായിട്ട് പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ നിയമപരമായി പോകും. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച പ്രിയങ്കയും ഉഷായും അതോടൊപ്പം തന്നെ പൊന്നമ്മ ബാബുവും ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അവർ പോലീസിൽ കേസ് കൊടുക്കാൻ പോലെ അമ്മയിൽ തന്നെ തന്നത് ആണ്, ഞാനും കൂടെ പറഞ്ഞിട്ടാണ് എന്ന് ലക്ഷ്മിപ്രിയയോടെ പറഞ്ഞു. അവിടെ കുക്കു പരമേശ്വരൻ, ഈ അമ്മയുടെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി പോലീസിൽ DGPക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അത് തെറ്റായി എന്ന് ലക്ഷ്മിപ്രിയ അവിടെ ഉച്ചത്തിൽ പറഞ്ഞു. ഉടൻ തന്നെ ജോയ് മാത്യു പറഞ്ഞു, ഇത്രയും രൂക്ഷമാണ് ഈ മെമ്മറി കാർഡ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ലക്ഷ്മിപ്രിയയോട് പറയുകയാണ്. ജോയ് മാത്യു പറഞ്ഞു എന്നാണ് ഞാനത്. ജോയ് മാത്യു പറഞ്ഞു ലക്ഷ്മിപ്രിയ ഒരു പുലിക്കുട്ടിയാണെന്നാണ് പറഞ്ഞത്, പുലിക്കുട്ടിയാണ് എന്ന്. ജോയ് മാത്യുവിന് കാര്യങ്ങൾ ബോധ്യമായി. അപ്പോഴാണ് അദ്ദേഹം ഒരു പുലിക്കുട്ടിയാണ് എന്ന് കമ്മിറ്റിയിൽ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഏറ്റവും സീനിയറായ ആൾ, മല്ലിക ചേച്ചിയെ പോലെ ഒരു അന്വേഷണ കമ്മിറ്റിയിൽ വെച്ചാൽ കൃത്യമായി അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരാൾ, അവരെയൊക്കെ ലൂസ് ടോക്കർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് നിയമവിരുദ്ധമാണ്.
അപ്പോൾ അത് അന്വേഷിക്കാൻ അതിൻ്റെ ഉള്ളിൽ കുക്കുവിനോടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. കുക്കു അല്ലേ അതിൻ്റെ പ്രതിഭാഗത്ത് നിൽക്കുന്ന കുക്കു പരമേശ്വരനാണല്ലോ. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ലക്ഷ്മിപ്രിയ കൃത്യമായി പറഞ്ഞു. ലളിത ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ലളിത ചേച്ചി ഞാൻ കാറിൽ കൊണ്ടാക്കിയ ചരിത്രം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ മീറ്റിങ്ങിലിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് ജോയ് മാത്യു എന്ന വ്യക്തിക്ക് ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി പുലിക്കുട്ടി എന്ന് ജോയ് മാത്യു പറഞ്ഞു എന്നാണ് പറയുന്നത് ലക്ഷ്മിപ്രിയെ. അത് തെറ്റായ ഒരു കീഴ്വഴക്കമായി പോയി. അത് മെമ്മറി കാർഡ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ജഗദീഷ് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ കൃത്യമായിട്ട് പറയുകയും ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ കുക്കു പരമേശ്വരൻ പറയാനാന്ന് പറഞ്ഞു. ഇവിടെയാണ് ഇന്നത്തെ ഈ എക്സിക്യൂട്ടീവിൽ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന് യോജിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആളുകളെ ഈ 4 പേരെ വെച്ചിരിക്കുന്നതിലും ഒരു കാരണവശാലും യോജിക്കില്ല. ഇവർ പറഞ്ഞ ആളുകളെ പാടെ വെട്ടി കളഞ്ഞുകൊണ്ട് ഒരു ലൂസ് ടോക്കർ എന്ന നിലയിലേക്ക് ഇവരെ മാറ്റിയെന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മിറ്റികളൊക്കെ എടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റിയിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചു പോയിട്ടുണ്ട് എന്നാണ് കിട്ടുന്നത്. ഫിനാൻസ് കമ്മിറ്റി ആണെങ്കിലും സഞ്ജീവിനി മെഡിസിൻ്റെ കമ്മിറ്റിക്കാണെങ്കിലും എല്ലാവരെയും ആൾ വെച്ചു. അവിടെ എല്ലാം ഒരേ കമ്മിറ്റിയിൽ 4-3 പേര് വേണം. അവിടെ എല്ലാം പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉണ്ടാവും. അതിൽ മറ്റ് കമ്മിറ്റി അംഗങ്ങളെ വെക്കുന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോയത്. അതോടൊപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റ് കമ്മിറ്റിയുണ്ട്, അതിൽ കൈലാഷുണ്ട്. ഫിനാൻസ് കമ്മിറ്റിയിൽ ഉണ്ണി ശിവാലിനെ സഹായിക്കാൻ കൈലാഷുണ്ട്. അങ്ങനെ കുറേ ആളുകളുടെ പേരുകളുണ്ട്. ആ പേരുകളെല്ലാം പറയുന്നില്ല എന്നുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ പോയത്. അതോടൊപ്പം തന്നെ മറ്റ് ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയാസിന് ഇപ്പം ഈ അംഗങ്ങളെ എടുത്തല്ലോ, അത് മീഡിയാസിന് ഒരു റിലീസ് പോലെ നൽകണമെന്നൊരു ആവശ്യം അവിടെ ഉന്നയിച്ചെങ്കിലും അത് വേണ്ട എന്ന് തീരുമാനിച്ചെന്നാണ് കിട്ടുന്നത്. അത് ജോയ് മാത്യു പറഞ്ഞു, ബാക്കിയുള്ളവർ ചോദിച്ചു പറഞ്ഞു. എല്ലാവരും ഒറ്റ നമ്മളിവിടെ നടക്കുന്ന ഇപ്പം ഇത്ര സബ് കമ്മിറ്റി ഉണ്ട് എന്ന് പറയുന്നത് അത് മീഡിയാസിന് ഒരു റിലീസ് പോലും ഇറക്കണ്ട. മീഡിയാസിനെ എന്തുകൊണ്ട് ഭയക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന ആളുകളാണെന്ന് അറിയിക്കണമല്ലോ, അതിൻ്റെ ഒരു കാര്യം വേണ്ട എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഏറ്റവും അതിജീവിതയുടെ കാര്യമാണ്. അതിജീവിതയെ തിരിച്ച് അമ്മയിൽ കൊണ്ടുവരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ സംസാരവും ആ പ്രസിഡൻ്റ് ആയ ഉടൻ തന്നെ ശ്വേതാമേനോൻ പറഞ്ഞ് അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരണം, എൻ്റെ കൂടെയുള്ള ആളാണ്, അതോടൊപ്പം ഇവിടുന്ന് പോയവരെല്ലാവരും ചേർത്ത് പിടിക്കണം, തിരിച്ചു കൊണ്ടുവരണം. അത് പിറ്റേ ദിവസം മാറി ചിന്തിക്കുകയും ചെയ്യും. പിറ്റേ ദിവസം പറഞ്ഞു അത് വലിയ അടിയന്തര കാര്യമില്ല, വലിയ അജണ്ടയല്ല, അത് പിന്നീട് ആലോചിക്കാമെന്ന്. അത് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ചു, അതല്ലല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാണ് ശ്വേതാമേനോൻ ഒഴിഞ്ഞുമാറുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് അത് അറിയണോ? എന്താണ് നമ്മളിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒഫീഷ്യലി. അതിൽ ഇത്ര സീരിയസ് ആയ മാറ്റേഴ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ 17 മെമ്പേഴ്സിൽ നമുക്ക് സബ് കമ്മിറ്റീസ് എന്തൊക്കെ വേണം. അതിൽ ഒബ്വിയസ്ലി നമുക്ക് ഗ്രീവൻസ് കമ്മിറ്റി ഉണ്ടാവും, ഫൈനാൻസ് കമ്മിറ്റി. ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ ഫൈനാൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ. ഫൈനാൻസ് ആയിരുന്നു നമ്മുടെ മെയിൻ ചർച്ച. ഇതുമായി ബന്ധപ്പെട്ട് ശ്വേതാമേനോൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ അവിടെ ഉന്നയിച്ചു. അപ്പോൾ ജോയ് മാത്യു ആണ് പറഞ്ഞതെന്ന് എനിക്ക് ജോയ് മാത്യു കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതൊന്നും ഇങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി പറയേണ്ട കാര്യമല്ല, അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കുക, അത് പറഞ്ഞത് തെറ്റായ. അപ്പോഴാണ് ശ്വേതാമേനോൻ പറഞ്ഞു, ഞാനിത് ആദ്യം പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ തിരുത്തി. കമ്മിറ്റിയിൽ നമ്മുടെ മെമ്പർമാർ എന്നെ വിളിച്ച് പറഞ്ഞു, മെമ്പർമാർ എന്നെ വിളിച്ച് പറഞ്ഞു അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ എതിർപ്പുണ്ട് എന്ന്. അത് 506 മെമ്പർമാരെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ആരാണിത് പറഞ്ഞതെന്ന് പറയാൻ ഒരു ബാധ്യത ഉണ്ട്. അതവിടെ ആരും ചോദിക്കാൻ പോലും തയ്യാറായില്ല. പിന്നെ എങ്ങനെയാണ് സ്ത്രീ സമത്വം? അത്രയും സ്ത്രീകളുണ്ടല്ലോ, 8 സ്ത്രീകളുണ്ടല്ലോ. ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്നവരുടെ അടുത്ത് എന്തായാലും അത് ചോദിക്കാൻ തയ്യാറാകണമായിരുന്നല്ലോ. പക്ഷെ അവർ ചോദിച്ചിട്ടില്ല. അപ്പോഴാണ് സ്ത്രീ സമത്വം എന്ന് പറയുന്ന ഈ വനിതകൾ വന്നു കഴിഞ്ഞപ്പോൾ അത് അതിജീവിത അനുഭവിച്ചത് നമുക്കറിയാം. ഞാൻ റിപ്പോർട്ട് ചെയ്ത ആളാണ്. ഞാൻ അന്നും ഇന്നും അതിജീവിതയ്ക്കൊപ്പമാണ്. അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ജനറൽ ബോഡിയാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കുന്നു. അതൊക്കെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും. അപ്പം അത് തെറ്റായ കീഴ്വഴക്കമാണ്. നമ്മളെല്ലാം പ്രതീക്ഷിച്ച് പ്രസിഡൻ്റായി വന്നു ഉടനെ ശ്വേതാമേനോൻ പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അഭിമാനം തോന്നി. നല്ലൊരു തീരുമാനമായിരിക്കും ഇതെടുക്കുന്നത്. പിന്നീട് ഈ ചില അംഗങ്ങൾ വിളിച്ച് പറഞ്ഞു അതിജീവിതം ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നതിൽ എതിർപ്പുണ്ടെന്ന്. അംഗങ്ങളുടെ പേര് വരാൻ തയ്യാറാകണം. സ്ത്രീകളെ സംരക്ഷിക്കുന്ന കമ്മിറ്റി ആണെങ്കിൽ ഒറ്റ സ്ത്രീകളും അതേക്കുറിച്ച് അവിടെ സംസാരിച്ചില്ല. പ്രസിഡൻ്റുണ്ട്, വൈസ് പ്രസിഡൻറ്റ്, ജനറൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, കീ പോസ്റ്റിൽ 4 പേര്, ബാക്കി 4 പേര് എക്സിക്യൂട്ടീവിലുണ്ട് സ്ത്രീകൾ. അതവിടെ പറയാത്തത് ഖേദകരമായ ഒരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കൃത്യമായി തന്നെ ഞാൻ പറയുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയയ്ക്കുള്ള റോളിൽ സരയും വിനു മോഹനും സിജോയുമാണ് മീഡിയ കമ്മിറ്റിയിലുള്ളത്. ഈ അതിജീവിതയുടെ കേസ് പറഞ്ഞപ്പോൾ ഈ
ഈ മെമ്മറി കാർഡിൻ്റെ അന്വേഷണ ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ കുക്കു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലൂസ് ടോക്ക എന്ന് പറഞ്ഞപ്പോൾ ഈ ആശാരബിന്ദും അഞ്ജലിയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അത് നമുക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് അവരും പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ലക്ഷ്മി പ്രിയയുടെ അടുത്താണ് പറഞ്ഞത് എന്നും എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് നടന്ന സംഭവങ്ങളാണ്. എന്തായാലും ഇത്തരം ഒരു കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാമെന്ന് പറയുമ്പോൾ ചെയ്യാത്തൊരു കാര്യങ്ങൾ വരുമ്പോൾ അത് ശരിയായ നടപടിയല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുക്കു പരമേശ്വരൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഞാൻ പറഞ്ഞു, അത് തെറ്റായിപ്പോയി എന്ന് കൃത്യമായി തന്നെ ജോയ് മാത്യു പറഞ്ഞു എന്നുള്ളതാണ്. തെറ്റായിപ്പോയി. അതോടൊപ്പം പൊന്നമ്മ മാമുവിനും ഉഷയ്ക്കും പ്രിയങ്കയ്ക്കും എതിരെ നടപടിയെടുക്കണം എന്ന് പറയാൻ ആർക്കാണ് അവകാശമുള്ളത്? കുക്കു പരമേശ്വരനെ നടപടിയെടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയും അവിടെ സംസാരമുണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ജോയ് മാത്യു ജനറൽ ബോഡിയെക്കുറിച്ച് പറഞ്ഞു, ഡെമോക്രാറ്റിക് ആയിരുന്നു ജനറൽ ബോഡി എന്ന് ജോയ് മാത്യു പറഞ്ഞു. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു പോയി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അദ്ദേഹം ഒരു ശക്തനായ പ്രതിപക്ഷമായി നിൽക്കുകയാണെങ്കിൽ ഈ കമ്മിറ്റി നല്ല രീതിയിൽ പോകും. അല്ലാത്ത പക്ഷം എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. നമ്മൾ ആരെയും താഴ്ത്തി കിട്ടാൻ വേണ്ടിയല്ല ഈ വാർത്ത. അവിടെ നടന്ന സംഭവം ഒന്ന് അറിയണം. കാരണം അല്ലെങ്കിൽ ഇവർ ഇന്ന സബ് കമ്മിറ്റിയിൽ ഇന്ന ആളുകളാണ് പറയും. മെമ്മറി കാർഡിൻ്റെ ഒരു വിഷയത്തിൽ ഇന്ന ആളുകളാണ് കമ്മിറ്റിയിൽ വെച്ചതെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ ഇവർ തയ്യാറാകാതെ വന്നത് ഏറ്റവും മോശമായ കാര്യമായി പോയെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എനിക്ക് ഇന്നത്തെ ഒരു യോഗത്തിൽ നിന്ന് പല കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയാണോ ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം നടന്നതെന്നൊരു സംശയം എനിക്ക് പ്രകടമായിട്ടുണ്ട്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് 11 മണിക്ക് ഇത് തുടങ്ങുമെന്ന് എല്ലാവരും ഒറ്റ സ്വരത്തിൽ അത് പറയുന്നു. എന്നാൽ അംഗങ്ങൾ പലതും ആ സമയം പോലും അറിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ വേണ്ടപ്പെട്ടവർക്ക് മാത്രം അറിയാം അവരങ്ങനെ എത്തുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇതിൽ ഇവർ രഹസ്യമായിട്ട് ഇതിനു മുമ്പ് യോഗം ചേർന്നിട്ടുണ്ടോ എന്നൊരു സംശയം പ്രകടമായിട്ടുണ്ട് അവിടെ ഉള്ളവർക്ക്. അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് അങ്ങനെയെങ്കിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അതിജീവിതയുടെ കാര്യമൊന്നും, അതിജീവിത തിരിച്ച് അമ്മയിലേക്ക് വരണമോ എന്നുള്ള കാര്യത്തിൽ ജനറൽ ബോഡിയാണ് തീരുമാനം എടുക്കേണ്ടതെങ്കിൽ ആ കമ്മിറ്റി അംഗങ്ങൾ, ഈ 17 അംഗങ്ങൾ കൃത്യമായി അതിനും മറുപടി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ തയ്യാറാവുകയും ചെയ്യണം. എന്തായാലും ഇന്നത്തെ മീറ്റിംഗ് അങ്ങനെ കഴിയുന്നു. രാവിലെ തുടങ്ങുന്നു, വൈകിട്ട് 5:30 മണിക്ക് കഴിയുന്നു. പല കാര്യങ്ങളും ചർച്ച ചെയ്തു. വ്യക്തിപരമായ കാര്യങ്ങൾ, പല ആളുകളും വ്യക്തിപരമായ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. അത് പിന്നീട് അത് സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് ജോയ് മാത്യു ഒക്കെ ഇടപെട്ടു. എന്തായാലും പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞ കാര്യങ്ങൾ ഈ ലൂസ് ടോക്കർ എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. ഇല്ലെങ്കിൽ അവരില്ല എന്ന് പറയണം. ഈ 17 അംഗങ്ങളും പുറത്തു വന്ന് പറയേണ്ടതായി വരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അകത്ത് കിടന്ന കാര്യം തെളിയിക്കാനല്ലോ പുറത്തു വന്ന് പറയേണ്ടതായി വരും. അതിജീവിതയുടെ കാര്യവും ഈ കാര്യങ്ങളുമാണ് ഇന്ന് ചർച്ച ചെയ്തത്. മറ്റ് സബ് കമ്മിറ്റി എടുക്കുന്നു. പല കാര്യങ്ങളും ഇനി ഭാവി പരിപാടികളെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നമായ GSTയുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. അതിന് ഉണ്ണി ശിവാലാണ് ട്രഷറർ സ്ഥാനത്തേക്കുള്ള. അപ്പോൾ ട്രഷറിൽ നിൽക്കുന്ന ഉണ്ണി ശിവാലിനൊക്കെ അത് വലിയ ഒരു കടമ്പയാണ്. അപ്പോൾ കമ്മിറ്റി എല്ലാവരും ഒന്നിച്ച് ഇരുന്നാൽ ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യം മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ലാത്തതുകൊണ്ടാണ് ഒരു കമ്മിറ്റിയെ വെച്ചതും ആ കമ്മിറ്റി അന്വേഷിക്കുമ്പോൾ ഇവർ പറഞ്ഞ ഈ മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ പോയി ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞവർ പറയുന്ന ആളുകളെ വെക്കാതെ അവരുടെ കീഴിൽ നിൽക്കുന്ന ചൊൽപ്പടിയിൽ നിൽക്കുന്ന ആളുകളെ വെച്ചും മറ്റുള്ളവരെ വെട്ടി നിരത്തിയതും ഒട്ടും ശരിയായ നടപടിയല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അന്വേഷണം കൊണ്ട് ഇവർ തൃപ്തിപ്പെടുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഈ വാർത്തയുമായിട്ട്, മെമ്മറി കാർഡിൻ്റെ വാർത്തയുമായിട്ടുണ്ടാകും. അമ്മയിൽ ഈ കാര്യം അവസാനിക്കുന്നവരെ മെമ്മറി കാർഡിൻ്റെ വാർത്തയുമായിട്ട് തന്നെ ഞാൻ മുന്നിലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമ്മ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നല്ലതായി തന്നെ അന്നും ഇന്നും പറയാൻ ഞാൻ തയ്യാറാണ്. അന്നും പറഞ്ഞിട്ട് ഇനിയും ഞാൻ പറയാം, അമ്മ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, GSTയുടെ വിഷയങ്ങൾക്ക് ഇവർ പെട്ടെന്ന് തീർന്നാൽ ഈ കമ്മിറ്റി ചെയ്യുന്നതിൽ ഞാൻ അഭിനന്ദിക്കുക തന്നെ ചെയ്യും. ഇല്ലാത്ത പക്ഷം ഞാൻ എപ്പോഴും കാര്യങ്ങൾ വ്യക്തി തുറന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് എതിർപ്പുകൾ വരുന്നത്. എതിർപ്പുകൾ വകവയ്ക്കാതെ ഈ വിഷയത്തിൽ ഞാൻ കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് ചെയ്തത് തെറ്റാണ്. ആ തെറ്റ് ചെയ്തവരെ പുറത്ത് കൊണ്ടുവരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.